അപ്പോൾ ഇതാ ഒരു വലിയ ലിസ്റ്റൊക്കെ ഉണ്ട്. വലിയ ലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഡേമാർട്ടിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ ഡേമാർട്ടിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് വേണം കേട്ടോ. അപ്പോൾ കുറേ ആയി മാഗി വേണം എന്ന് പറയണത്. ഈ ഒരു സാധനം ഇവിടെ അങ്ങനെ വാങ്ങലില്ലേ. ഞാൻ ആദ്യമൊക്കെ നമ്മളെ സേമിയ വെച്ചിട്ട് ഇവരെ പറ്റിക്കലാണ് കേട്ടോ. സേമിയ ഇങ്ങനെ ഉപ്പുമാവ് പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ പറ്റിക്കലാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുട്ടികൾ വലുതായി വന്ന് നമ്മളെ പറ്റിക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഞാനിതാ ഒരു പൂതിക്ക് മാഗിയൊക്കെ വാങ്ങി അതൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം കുറേ ആയി കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഈസി ആയിട്ടുള്ളൊരു പുഡിങ്, ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കാൻ കേട്ടോ, ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട്. ഈസി എന്ന് പറഞ്ഞാൽ ഇതിലും ഈസി ആയിട്ട് ഈ പുഡിങ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് അതങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ അങ്ങോട്ട് എനിക്കങ്ങനെ റെസിപ്പി ഒന്നും അങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ലോങ് വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി കാണിക്കാം. അടിപൊളിയാണ് സംഗതി.